ഒടുവിൽ അമിത്ഷായുടെ താക്കീത് ഏറ്റു. ബി.ജെ.പി പ്രവർത്തകരിൽ ഒരാൾ തൊട്ടാൽ പോലും ആ നേതൃത്വം അടങ്ങിയിരിക്കില്ല. എന്താണ് പറയേണ്ടത് അത് ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവവും ബി.ജെ.പിക്കാർക്കുണ്ട്. തെലങ്കാന മുൻ ഗവർണറും ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ മുതിർന്ന നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. തമിഴിസൈയുടെ വസതിയിൽ വെച്ച് വെള്ളിയാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച. പാർട്ടിക്ക് വേണ്ടി തമിഴിസൈ കഠിനാധ്വാനം ചെയ്യുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അണ്ണാമലൈ എക്സിൽ കുറിച്ചു. അവരുടെ രാഷ്ട്രീയ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പ്രചോദനമാണ്. തമിഴ്നാട്ടിൽ താമര വിരിയുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞതായും അണ്ണാമലൈ പറഞ്ഞു. തമിഴിസൈ സൗന്ദരരാജനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി ശാസിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. ബി.ജെ.പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും മുൻ അധ്യക്ഷ കൂടിയായ തമിഴിസൈയും തമ്മിലുള്ള ഭിന്നതയാണ് അമിത്ഷായെ ചൊടിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവുമായി അമിത്ഷാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വേദിയിലേക്ക് തമിഴിസൈ എത്തിയത്. കൈകൂപ്പി തമിഴിസൈ അഭിവാദ്യം ചെയ്തപ്പോൾ പ്രത്യഭിവാദ്യം ചെയ്ത അമിത്ഷാ പിന്നീട് അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അമിത്ഷായുടെ ആംഗ്യവിക്ഷേപങ്ങളിൽ നിന്ന് താക്കീത് ചെയ്യുന്നതാണെന്ന് വ്യക്തമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നേരിട്ട പരാജയത്തെ ചൊല്ലി ബി.ജെ.പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമാണ്. അണ്ണാ-ഡി.എം.കെയുമായി സഖ്യമുണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ അണ്ണാമലയെ തമിഴിസൈ കുറ്റപ്പെടുത്തിയതോടെയാണ് തർക്കം പുറത്തായത്. അതേസമയം തമിഴിസൈ സൗന്ദരരാജനെ പരസ്യമായി ശാസിച്ച അമിത്ഷായ്ക്കെതിരെ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ ജില്ലകളിൽ പലയിടങ്ങളിലും അമിത്ഷായ്ക്കും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്ക്കുമെതിരെ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുമുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമിഴിസൈ സൗന്ദരരാജനും തമ്മിലുള്ള സംഭാഷണ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ മറുപടിയുമായി സൗന്ദരരാജൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലാടിസ്ഥാനത്തിൽ പ്രവർത്തനം ഊർജിതമാക്കണമെന്നാണ് അമിത്ഷാ അന്ന് പറഞ്ഞതെന്ന് സൗന്ദരരാജൻ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ പ്രസ്താവന നടത്തിയതിന് അമിത്ഷാ ശാസിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ അമിത്ഷായെ കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിലെ വെല്ലുവിളികളെക്കുറിച്ചും അത് തരണം ചെയ്യേണ്ട രീതിയും വിശദമാക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് വിശദീകരിച്ചത് എന്നാണ് സൗന്ദരരാജൻ കുറിച്ചത്. അണ്ണാമലൈ തമിഴിസൈ ഉരസലിൽ വലഞ്ഞ് കേന്ദ്ര നേതൃത്വം സംഭവത്തിനെയും രണ്ട് പക്ഷവും ചേരിതിരിഞ്ഞ് പോർവിളി ആരംഭിച്ചതോടെ സംഭവത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടി. പാർട്ടിയിൽ തമിഴ്നാടിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, സംസ്ഥാന ഉന്നത സമിതി അംഗങ്ങളായ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ മാനതി ശ്രീനിവാസൻ, മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ എന്നിവരോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴിസൈയും അണ്ണാമലയും തമ്മിലുള്ള പ്രശ്നം, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അണ്ണാമലയുടെ പ്രവർത്തനം, മറ്റ് നേതാക്കളുമായുള്ള ഏകോപനം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട പരാജയത്തിനുള്ള കാരണം എന്നിവ വിശദീകരിക്കാനാണ് പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അണ്ണാ-ഡി.എം.കെയുമായി സഖ്യമുണ്ടാക്കാൻ കഴിയാതിരുന്നത് പാർട്ടിയുടെ പരാജയത്തിന് കാരണമായെന്ന് തമിഴിസൈ പരസ്യമായി അഭിപ്രായപ്പെട്ടതോടെയാണ് പോരിന് തുടക്കമായത്. എന്നാൽ അണ്ണാമലയുടെ അനുയായികൾ സമൂഹമാധ്യമങ്ങളിൽ തമിഴിസൈയെ രൂക്ഷമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് ചില മുതിർന്ന നേതാക്കൾ തമിഴിസൈയെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ പോര് കടുക്കുകയായിരുന്നു. അണ്ണാമലൈ അധ്യക്ഷനായ ശേഷം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിൽ ചേർത്തു. പല നേതാക്കളും ഇത് ശരിവെക്കുന്നുണ്ട്. അണ്ണാമലയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും കർക്കശമായ നിലപാടുകളുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും അവർ പറഞ്ഞു.